सभी को हृदय से बहुत बहुत अभिनंदन देना चाहता हूं कि एक बड़ी लड़ाई केरल के कार्यकर्ताओं ने यहां पर लड़ी है। ഇന്നത്തെ ഈ സംസ്ഥാന സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ അവർ കേരളത്തിലെ പാർട്ടിയെ സജീവമായിട്ട് നിർത്തുന്ന പാർട്ടിയുടെ ദേശീയ സംഘടനാ സെക്രട്ടറി ശ്രീ രാംലാൽജി, കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായിട്ട് താമര ഉള്ള നമ്മുടെ മുതിർന്ന നേതാവും MLA-യുമായിട്ടുള്ള ശ്രീ ഒ രാജഗോപാൽജി, കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെ ഈ പാർട്ടി സംവിധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ H. രാജ, സഹപ്രഭാരി ശ്രീ നളിൻ കട്ടീൽ, ഇവിടെ എത്തിയിരിക്കുന്ന സംസ്ഥാന സമിതിയിലെ അംഗങ്ങളെ, ആദ്യമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇവിടുത്തെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ അംഗങ്ങളെ മുഴുവൻ കാണാനുള്ള അവസരം ഉണ്ടാകുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കാനും അതോടൊപ്പം കേരളത്തിലെ ബൂത്ത് തലം വരെയുള്ള മുഴുവൻ പ്രവർത്തകരും ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള വിജയത്തിന് കാരണക്കാരായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. मित्रों, 5 राज्य के चुनाव के बाद जब प्रेस वार्ता थी तब मैंने पूरी देश की प्रेस को कहा था कि आसाम में पहली बार भारतीय जनता पार्टी की पूर्ण बहुमत के साथ सरकार बन रही है, इसका हमें आनंद है। मगर उससे भी ज्यादा आनंद है केरल में 15% से ज्यादा वोट पाने का, और ये बहुत बड़ा अचीवमेंट है। തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ സൂചിപ്പിച്ചിരുന്നു, ആസാമിൽ നേടിയിട്ടുള്ള വിജയം തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്നതാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ സന്തോഷം നൽകുന്നതാണ് भारतीय जनता पार्टी केरल നടത്തിയിട്ടുള്ള മുന്നേറ്റവും വിജയവും. चुनाव के बारे में बाद में मैं थोड़ी बात करूंगा। आज 23 जून है और हम सभी भारतीय जनता पार्टी के कार्यकर्ताओं के लिए 23 जून का एक अलग ही महत्व है, क्योंकि आज के ही दिन 65 वर्ष पूर्व जनसंघ के अध्यक्ष डॉक्टर श्यामा प्रसाद मुखर्जी की कश्मीर की कारागार में, जेल में हत्या कर दी गई थी। और आजादी के पहले तो हमारी पार्टी नहीं बनी थी, मगर आजादी के बाद देश की एकता और अखंडता के लिए किसी भी राजनीतिक दल के नेता को बलिदान देने का अवसर प्राप्त हुआ तो भारतीय जनसंघ के अध्यक्ष डॉक्टर श्यामा प्रसाद मुखर्जी को हुआ था। और कश्मीर के लिए, इस देश की एकता और अखंडता के लिए डॉक्टर मुखर्जी का बलिदान आज भी पार्टी के काम में, पार्टी के सिद्धांतों में, पार्टी की कार्यप्रणालिका में और पार्टी के कार्यकर्ता में चेतना का संचार करता है। തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള വിശകലനം പിന്നീട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ജൂൺ മാസം 23-ാം തീയതിയാണ്. ഈ ജൂൺ മാസം 23-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മറക്കാനാകാത്ത ദിവസമാണ്. ഈ ദിവസമാണ് 65 വർഷങ്ങൾക്ക് മുൻപേ ശ്രീ ശ്യാമപ്രസാദ് മുഖർജി ബലിദാനിയായത്. നമ്മുടെ പാർട്ടി സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപം കൊണ്ട പാർട്ടിയല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് രൂപം കൊണ്ടത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വതന്ത്ര ഭാരതത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷന് അദ്ദേഹത്തിന്റെ ജീവൻ നാടിന്റെ അഖണ്ഡതയ്ക്കും നാടിന്റെ ഏകതയ്ക്കും വേണ്ടിയിട്ട് ബലി നൽകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയ ജനസംഘത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ശ്യാമപ്രസാദ് മുഖർജിക്കാണ്. അദ്ദേഹത്തിന്റെ ആ സ്മരണകൾ ഇന്നും പാർട്ടിയുടെ പ്രവർത്തന പദ്ധതിയിലും പാർട്ടിയുടെ പ്രവർത്തകരുടെ പെരുമാറ്റത്തിലും പാർട്ടിയുടെ പ്രവർത്തനത്തിലും ഒക്കെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ആ സ്മരണകൾ നമുക്ക് ഏവർക്കും പ്രചോദനമേകുന്നതാണ്. അതാണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത. और मित्रों, मुखर्जी जी के बलिदान के कारण ही
आज कश्मीर में हम जा रहे हैं। कश्मीर में जाने के लिए कोई परमिट की जरूरत नहीं है। कश्मीर के मुख्यमंत्री पहले जो प्रधानमंत्री कहलाए जाते थे, देश में 2 प्रधानमंत्री थे और उनको आज कश्मीर के मुख्यमंत्री के नाम से बुलाया जाता है। तिरंगे झंडे को कश्मीर में प्रवेश नहीं था। श्यामा प्रसाद मुखर्जी का बलिदान कश्मीर को ये तीनों बातों से मुक्ति दिलाकर भारत के साथ एक रस बनाने में इनका बहुत बड़ा योगदान है। और आज विशेष आनंद की बात यह है कि श्यामा प्रसाद मुखर्जी जी ने जिस कश्मीर के लिए, जिस देश की एकता और अखंडता के लिए बलिदान दिया था, आज वहीं पर भारतीय जनता पार्टी का उप मुख्यमंत्री सरकार में बैठा है। ഇന്ന് നമുക്ക് കാശ്മീരിൽ പോകാൻ സാധിക്കുന്നുണ്ട്. ആ കാശ്മീരിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആ കാശ്മീരിലെ ഭരണ സംവിധാനം പ്രത്യേകമായിട്ട് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അവിടെ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം ആ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക പതാകയാണ് നിലവിലുണ്ടായിരുന്നത്. ശ്രീ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം, അദ്ദേഹത്തിന്റെ ജീവാഹുതി, ആ ജീവാഹുതിയാണ് ഇന്ന് കാശ്മീരിനെ ഭാരതവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് ആ കാശ്മീരിൽ ശ്രീ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവൻ ബലിയർപ്പിച്ച കാശ്മീരിൽ, ആ കാശ്മീരിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന संतोषकरमाയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. मित्रों, अभी जो 5 राज्यों के चुनाव हुए, वो 5 राज्यों के चुनाव में जो परिणाम आए हैं, वो परिणाम कई मायनों में देश के राजनीतिक परिदृश्य में बहुत महत्वपूर्ण है, परंतु उसका एक डायमेंशन, एक परिमाण मैं आपके सामने निश्चित रखना चाहूंगा कि देश में कच्छ से लेकर कामरूप तक और कश्मीर से लेकर केरल तक पहली बार ऐसा समय आया है कि भारतीय जनता पार्टी देश के हर राज्य के अंदर अपने अस्तित्व के साथ, मजबूत अस्तित्व के साथ अपनी राजनीतिक हाजिरी का अनुभव करा रही है। ഭാരതീയ ജനതാ പാർട്ടി ഒരു യഥാർത്ഥ ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കച്ച് മുതൽ കാമരൂപം വരെ, ഗുജറാത്തിലെ കച്ച് മുതൽ ആസാമിന്റെ പേരറിയപ്പെടുന്ന കാമരൂപം വരെ, കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഈ വിശാലമായിട്ടുള്ള ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള പാർട്ടിയായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുകയാണ്. मित्रों, ये परिणाम केरल भारतीय जनता पार्टी के लिए बहुत महत्वपूर्ण है। ये परिणाम जो आया है वो हमारे लिए उत्साहवर्धक जरूर है, मगर हमारे लिए लक्ष्य नहीं हो सकता। एक पड़ाव है और यही प्लेटफॉर्म का, ये पड़ाव का उपयोग करते हुए हमें लक्ष्य तक जाना है। हमारा लक्ष्य है 2019 में 10 की 10 सीटें भारतीय जनता पार्टी को जीतना और 21 में बीजेपी की सरकार बनाना। ഈ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സാഹചര്യമാണ്. ഇത് നമുക്ക് പ്രചോദനം നൽകുന്ന സാഹചര്യമാണ്. പക്ഷേ ഇത് തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസം നൽകുന്നതോ അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയാവുന്നതോ ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല. പകരം നമുക്ക് കേരളത്തിൽ വിജയിക്കാൻ 2021 നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ, 2019 നടക്കുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ, ഈ തെരഞ്ഞെടുപ്പുകളിൽ 10ൽ 10ഉം ജയിക്കുന്ന തരത്തിൽ 100% സീറ്റുകളിലും വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കാനും കേരളത്തിൽ വലിയ നേട്ടം കൈവരിക്കാനും വേണ്ടിയിട്ടുള്ള
ശ്രമത്തിന് ആ ശ്രമത്തിന് പ്രചോദനം നൽകുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. और अगर ये सिद्ध करना है तो भारतीय जनता पार्टी के कार्यकर्ता का मन, मैं शरीर की बात नहीं कर रहा, मन सदैव युवा रहना चाहिए. निराशा को फेंक दीजिए और ये मत कहिए, ये मत सोचिए कि मैं भारतीय जनता पार्टी के अध्यक्ष के नाते आपका हौसला बढ़ाने के लिए आया हूं. मित्रों, बचपन से मैं राजनीतिक परिस्थिति का, चुनावी राजनीति और रणनीति का विश्लेषक हूं. मैं स्पष्ट रूप से देख सकता हूं कि आने वाले 5 साल के अंदर अगर भारतीय जनता पार्टी का कार्यकर्ता आलस का त्याग कर कर मन में उत्साह लेकर नरेंद्र मोदी जी के नेतृत्व की सभी चीजों को घर घर तक पहुंचाकर, भारतीय जनता पार्टी के सिद्धांतों को घर घर पहुंचाकर अगर मेहनत करते हैं, व्यूह रचना के हिसाब से मेहनत करते हैं, तो केरल में भारतीय जनता पार्टी के अलावे किसी को शासन करने का अधिकार नहीं है. ഇത് കൈവരിക്കാനായിട്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ മനസ്സ്, ആ മനസ്സ് അതിനു വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. അതിന് മനസ്സിന്റെ ചെറുപ്പം നിലനിർത്തണം. ഞാൻ ശരീരത്തെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്, പാർട്ടി പ്രവർത്തകരുടെ മനസ്സിന്റെ ചെറുപ്പം, ആ മനസ്സിന്റെ ചെറുപ്പം, ആ ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് പാർട്ടി പ്രവർത്തകർ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നാടിന്റെ രാഷ്ട്രീയത്തെ അടുത്ത് അറിയാനും വിശകലനം ചെയ്യാനും ലഭിച്ചിട്ടുള്ള അവസരം, ആ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അടുത്ത 5 വർഷക്കാലം കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ഈ കേരളത്തിലെ ഓരോ വീട്ടിലും എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയവും ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടുകളും ഈ കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കാൻ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ആലസ്യം കൈവെടിഞ്ഞുകൊണ്ട് ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഒരു സംശയമില്ല, 2021 ഭാരതീയ ജനതാ പാർട്ടിക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥാനമല്ല കേരളത്തിന്റെ അധികാരം, കേരളത്തിന്റെ ഭരണം എന്നുള്ളത് സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. मित्रों, 9 अगस्त 2014 को भारतीय जनता पार्टी ने एक प्रचंड विजय प्राप्त करने के बाद राष्ट्रीय परिषद का आयोजन किया था. उसी में मुझे पार्टी के अध्यक्ष का पदभार दिया गया था. उस वक्त मैंने कहा था कि हजारों कार्यकर्ताओं के बलिदान, सैकड़ों लोगों के जीवन की तपश्चर्या के आधार पर आज भारतीय जनता पार्टी पूर्ण बहुमत के साथ देश में शासन में आई है. अब हमारा सबका दायित्व है, भारतीय जनता पार्टी के सभी कार्यकर्ताओं का दायित्व है कि 7 राज्य जहां भारतीय जनता पार्टी संगठनात्मक रूप से निर्बल है, वहां पर एक मजबूत भारतीय जनता पार्टी का निर्माण करे और हमारे पुरखों ने, हमारी अगली पीढ़ी ने जो तपश्चर्या करी है उसको आगे बढ़ाने का काम करे. और वो 7 राज्य में सबसे प्रमुख राज्य केरल है. मैं आज इस केरल की कार्यकारिणी में आप सभी कार्यकर्ता भाइयों बहनों को अपील करना चाहता हूं कि बड़े तप के साथ, बलिदान के साथ सैकड़ों हजारों कार्यकर्ताओं ने पूरा जीवन पार्टी के लिए समर्पित करने के बाद पार्टी आज यहां पर पहुंची है. और ईश्वर का आशीर्वाद है हम सब पर, जो इस सभागार में बैठे हैं उन पर, कि एक वैभवशाली स्थिति में हम पार्टी के कार्यकर्ता हैं. हमारा दायित्व है कि जिन्होंने पूरा जीवन पार्टी के लिए बलिदान कर दिया, पूरा जीवन पार्टी के लिए ही जिए. ना घर रहा, ना बार रहा, ना वंश रहा, ना पीछे कोई नाम रखने वाला रहा. उन सभी के जीवन का जो पुण्य है, वो पुण्य को हम आगे बढ़ाएं. केरल के अंदर एक ऐसी मजबूत भारतीय जनता पार्टी बनाए जो सालों तक, जैसे गुजरात, मध्य प्रदेश, राजस्थान, छत्तीसगढ़, दिल्ली, हम देख सकते हैं किस तरह का संगठन बना है.
अब उत्तर प्रदेश भी धीरे धीरे इस दिशा में आगे जा रहा है, महाराष्ट्र, झारखंड, हरियाणा भी इस दिशा में आगे जा रहे हैं। केरल ने भी उसी सूची में आकर एक मजबूत भारतीय जनता पार्टी का संगठन हर बूथ के अंदर बनाने का प्रयास करना चाहिए। 2014 ഓഗസ്റ്റ് 9-ാം തീയതി ദേശീയ തലത്തിൽ പാർട്ടി നേടിയ അത്യുജ്വലമായ വിജയത്തിന് ശേഷം ദേശീയ കൗൺസിൽ യോഗത്തിലാണ് അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് സൂചിപ്പിച്ചിരുന്നു, ഈ രാജ്യം മുഴുവൻ നേടിയിട്ടുള്ള ഈ അത്യുജ്വലമായ വിജയത്തിനിടയിലും ആ വിജയത്തിന്റെ കാരണക്കാരായിട്ടുള്ള ആളുകൾ, ആ വിജയം ഇതിനു മുൻപത്തെ തലമുറ അനുഷ്ഠിച്ചിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ആയിരക്കണക്കിന് ആളുകൾ നടത്തിയിട്ടുള്ള അത്യധ്വാനത്തിന്റെ ഫലമായിട്ടാണ്. പേരും പെരുമയും ആഗ്രഹിക്കാതെ കഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അതോടൊപ്പം ഇനി വരുന്ന വർഷങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി താരതമ്യേന ദുർബലമായി നിൽക്കുന്ന 7 സംസ്ഥാനങ്ങൾ, ആ 7 സംസ്ഥാനങ്ങളിൽ പാർട്ടി കെട്ടിപ്പടുക്കാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനുമുള്ള പ്രവർത്തനം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ നേട്ടം കൈവരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരിക്കുന്നു. അത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പ്രവർത്തകരുടെയും, കേരളത്തിലെ ഇന്നുള്ള പ്രവർത്തകരുടെയും പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് പറയുന്നതോടൊപ്പം അതിന്റെ പിന്നിൽ നമുക്ക് മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള ഈ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂർ അവരുടെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളും ഒക്കെ ആ സാഹചര്യങ്ങളിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് അചഞ്ചലരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അവർ നടത്തിയിട്ടുള്ള ജീവത്യാഗത്തിന്റെ ഫലമായിട്ടാണ്. ആ ജീവത്യാഗത്തിന്റെയും ആ നടത്തിയ പ്രവർത്തനങ്ങളുടെയും അതിന്റെ ഫലം, ആ ഫലം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും അവർ നൽകിയിട്ടുള്ള അവരുടെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഭാരതീയ ജനതാ പാർട്ടി സുശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങൾ മധ്യപ്രദേശും ഗുജറാത്തും മഹാരാഷ്ട്രയും ഡൽഹിയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, അതോടൊപ്പം ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ആ പട്ടികയിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടികയിലേക്ക് കേരളത്തിലും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വരാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് നടത്തേണ്ടത്. मित्रों, अभी देश में नरेंद्र मोदी जी के नेतृत्व में भारतीय जनता पार्टी की सरकार चल रही है। सरकार ने अभी 26 मई को 2 साल समाप्त किए हैं और हम सबको मालूम है कि इस 2 साल देश का विकास का इतिहास जब भी लिखा जाएगा, ये 2 साल स्वर्णिम अक्षरों से लिखे जाएंगे। एक बहुत, जिसको कह सकते हैं, डामाडोल परिस्थिति के अंदर हमने देश संभाला था। मोदी जी ने जब प्रधानमंत्री पद का दायित्व लिया, देश के अंदर 10 साल में 12 लाख करोड़ से ज्यादा रुपयों का भ्रष्टाचार, घपले, घोटाले, स्कैम्स की सीरीज थी। 2 साल हो गए नरेंद्र मोदी सरकार पर, भारतीय जनता पार्टी की सरकार पर हमारे विरोधी भी करप्शन का एक भी एलिगेशन 2 साल के अंदर नहीं लगा पाए हैं। കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെയ് 26-ാം തീയതി സർക്കാർ 2 വർഷം പൂർത്തിയാക്കി. നമ്മുടെ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സുവർണ കാലഘട്ടമായിട്ട് അടയാളപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞുപോയ 2 വർഷക്കാലം. അദ്ദേഹം അധികാരം ഏറ്റെടുത്ത സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 10 വർഷക്കാലത്തിനിടയിൽ 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിന് ശേഷമാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയത്. 2 വർഷക്കാലത്തിന് ശേഷം ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, എതിരാളികൾക്ക് പോലും
ഒരാക്ഷേപം പോലും ഒരാരോപണം പോലും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത 2 വർഷക്കാലമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ കാലഘട്ടം ഈ കഴിഞ്ഞ 2 വർഷക്കാലം. मित्रों, मोदी जी ने एक निर्णायक सरकार दी है. देश में कहीं पर भी कोई भी घटना होती है, मोदी जी तत्काल पहुंचते हैं. केरल के अंदर भी मंदिर के अंदर भीषण आग लगी, सैकड़ों लोग झुलस गए. अभी तो केरल के लोग इसके समाचार प्राप्त करते थे, उसके पहले ही प्रधानमंत्री बर्निंग स्किन के स्पेशलिस्ट के साथ यहाँ पर आकर केरल की जनता के साथ खड़े थे. एक संवेदनशील सरकार देने का काम भारतीय जनता पार्टी ने किया है. തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് എവിടെയും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സ്ഥലത്ത് ഓടിയെത്താൻ അതിന് പ്രധാനമന്ത്രി നടത്തുന്ന പ്രത്യേക ശ്രമം. കേരളത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ കൊല്ലത്ത് ക്ഷേത്രത്തിൽ അത്യാഹിതമുണ്ടായപ്പോൾ അദ്ദേഹം എടുത്ത നടപടി, ആവശ്യമായിട്ടുള്ള വൈദ്യസഹായത്തോടുകൂടി അദ്ദേഹം അവിടെ എത്തിയ നടപടി കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ തരത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പ്രതികരണ ശേഷിയുള്ള ഒരു സർക്കാർ, അങ്ങനെയുള്ള ഒരു സർക്കാരാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. गरीबी, बेरोजगारी, किसानों की समस्या और मजदूरों की समस्या, ये चारों मामलों में नरेंद्र मोदी सरकार ने बहुत सारी योजनाएं लेकर हर समस्या को एड्रेस करने का प्रयास किया है. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും തൊഴിൽ പ്രശ്നങ്ങളും തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. विदेश नीति के अंदर भी केंद्र सरकार को बहुत बड़ी सफलताएं प्राप्त हुई है. मोदी जी का नेतृत्व पूरे विश्व के सभी देशों ने स्वीकार किया है और मोदी जी के नेतृत्व में भारत को एक वैश्विक ताकत के रूप में स्वीकृति मिली है. अभी अभी मोदी जी यूएन कांग्रेस के अंदर जब देश के प्रधानमंत्री के नाते यूएन कांग्रेस को एड्रेस कर रहे थे, मित्रों, हम थक गए टीवी पर देखते दिखते कितनी बार स्टैंडिंग ओवेशंस मिले और कितनी बार तालियां बजाकर मोदी जी का स्वागत किया. ऐसा अद्भुत सम्मान शायद आजादी के बाद पहली बार मोदी जी को प्राप्त हो रहा है. कहीं पर भी जाए हजारों का हुजूम उनका स्वागत करने के लिए लालायित होता है. यही बताता है कि मोदी जी ने भारत की स्वीकृति पूरे विश्व में एक वैश्विक ताकत के रूप में लाने का काम किया है. വിദേശ നയത്തിൽ നടത്തിയിട്ടുള്ള വിദേശ പ്രശ്നങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ഭാരതത്തെ ഒരു ആഗോള ശക്തിയാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം പ്രധാനമന്ത്രി US കോൺഗ്രസിൽ സംസാരിച്ചപ്പോൾ നമ്മളെല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് ആ ദൃശ്യം നോക്കിക്കണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഓരോ അവസരത്തിലും അവിടെ ലഭിച്ചിട്ടുള്ള ഹർഷാരവങ്ങൾ, അവിടുത്തെ US കോൺഗ്രസിലെ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ അഭിനന്ദിക്കുന്ന സാഹചര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം അദ്ദേഹം ഭാരതത്തിന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ശക്തിയാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക്, ആ പങ്ക് ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളിൽ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട്, ആ രാജ്യങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത്. ഈ ഒരു വിദേശ നയത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ നേട്ടം ഈ സർക്കാരിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട നേട്ടങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. अभी दूसरा अंतर्राष्ट्रीय योग दिन हमने समाप्त किया है. मित्रों, दुनिया भर में भारतीय संस्कृति की एक अमूल्य देन दुनिया को
यौगिक क्रिया, इसको मोदी जी ने स्वीकृति दिलाई है। एक व्यक्ति यूएन के प्लेटफॉर्म पर से पूरे विश्व के देशों को अपील करे कि हमारे भारत के ऋषियों ने, मुनियों ने एक ऐसी पद्धति का इजाद किया है, संशोधन किया है जो दवाई वगैरह के मनुष्य जीवन को साकार कर सकती है। और कुछ ही दिनों में दुनिया के 177 देशों ने इसका स्वीकार किया और कल 193 से ज्यादा देशों ने योग दिन को मनाने का काम किया है। मैं मानता हूं भारतीय संस्कृति का परचम पूरी दुनिया में फहराने में ये भारतीय जनता पार्टी की मोदी सरकार सफल हुई है। ഇന്നലെ നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് രണ്ടാമത്തെ തവണയാണ് നമ്മൾ ലോകം മുഴുവൻ ആചരിച്ചിട്ടുള്ളത്. യോഗ എന്നുള്ളത് ലോകത്തിന് ഭാരതീയ സംസ്കാരം നൽകിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള സംഭാവനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ യോഗയുടെ പ്രാധാന്യവും പ്രത്യേകതകളും സൂചിപ്പിച്ചുകൊണ്ട് മരുന്നുകളില്ലാതെ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ശരീരം, അങ്ങനെയുള്ള ഒരു ജീവിതം, ആ ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ ഭാരതീയ സംസ്കാരത്തിന്റെ സംഭാവന എന്നുള്ള നിലയിൽ യോഗ ക്രിയയെ എടുത്തു കാണിച്ചുകൊണ്ട് മോദിജി നടത്തിയ പ്രസ്താവനയും പ്രമേയവും, ആ പ്രമേയമാണ് ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 177 രാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമായിട്ട് മാറിയത്. ഇന്നലെ 193 രാജ്യങ്ങളിലാണ് യോഗ ദിനം എന്നുള്ള നിലയിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കപ്പെട്ടത്. ഭാരതീയ സംസ്കാരം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി, ലോകത്തിന്റെ മുഴുവൻ അംഗീകാരം നേടുന്നതിന് വേണ്ടി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള എടുത്തു പറയാവുന്ന ഒരു നീക്കമായിട്ട്, ഒരു നേട്ടമായിട്ട് തീർച്ചയായിട്ടും നമുക്കിതിനെ കാണാൻ സാധിക്കും. मित्रों, अटल जी की जब सरकार थी तब पूरी दुनिया में एक बात चर्चा में थी कि 21वीं सदी हिंदुस्तान की सदी है, भारत की सदी है। 10 वर्ष के कांग्रेस के शासन में पूरी दुनिया में एक संदेश गया कि भारत के विकास की गाथा समाप्त हो गई है। आज फिर से दुनिया में एक बात स्वीकृत हुई है कि 21वीं सदी भारत की सदी है। मैं मानता हूं कि भारतीय जनता पार्टी की, नरेंद्र मोदी सरकार की ये बहुत बड़ी उपलब्धि है। അടൽജിയുടെ സർക്കാരിന്റെ കാലത്ത് എല്ലാവരും കരുതിയിരുന്നു 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റെ നൂറ്റാണ്ടാണ്. പക്ഷെ പിന്നീട് 10 വർഷക്കാലം കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടായപ്പോൾ എല്ലാവരും വിധിയെഴുതി ഇന്ത്യയുടെ വികസനത്തിന്റെ കഥകൾ, ഇന്ത്യയുടെ വികസനത്തിന്റെ ചരിത്രം അതിന്റെ അസ്തമയമായി കഴിഞ്ഞു, അതിന്റെ അവസാനമായി കഴിഞ്ഞു എന്ന്. വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ നൂറ്റാണ്ടാണ്, 21ാം നൂറ്റാണ്ട് ഭാരതത്തിന്റെ നൂറ്റാണ്ടാണ് എന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ വീണ്ടും ഒരിക്കൽ കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ये सरकार ने हर 15 दिन में एक इनिशिएटिव लिया है, डेवलपमेंट के लिए, गरीबों के कल्याण के लिए, वेलफेयर स्टेट कल्याण राज्य की स्थापना के लिए, बेरोजगारों के लिए, किसानों के लिए, महिलाओं के सशक्तिकरण के लिए, दलितों के सशक्तिकरण के लिए, ट्राइबल्स को आगे लाने के लिए हर 15 दिन में एक इनिशिएटिव लिया है। मित्रों, इतनी सारी योजना है जो याद भी नहीं रह सकती, जो हम गिना भी नहीं सकते हैं। भारतीय जनता पार्टी जिस तरह से केंद्र सरकार में काम कर रही है वो बताता है कि ये सारी योजनाएं अगर एक बार हम कार्यकर्ता ये नाते नीचे ले जाए तो देश का सर्वस्पर्शीय और सर्वसमावेशक, हर व्यक्ति को स्पर्श करे ऐसा, हर विस्तार को स्पर्श करे ऐसा विकास संभव है। നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഓരോ 15 ദിവസത്തിലും ഒരു
ക്ഷേമ പദ്ധതിയോ വികസന പദ്ധതിയോ പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരായിട്ട് നടപ്പിലാക്കുന്ന ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. നാടിന്റെ വികസനത്തിന് വേണ്ടി, നാടിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി, ഒരു ക്ഷേമരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള വികസനം സ്ഥാപിക്കാൻ വേണ്ടി, തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനായിട്ട്, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി, ദളിതരുടെ ശാക്തീകരണത്തിന് വേണ്ടി, ആദിവാസികളുടെയും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി, അങ്ങനെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ, ആ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ഓരോ 15 ദിവസത്തിലും പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾ ഏറ്റവും താഴെത്തട്ടിൽ ഓരോ പ്രവർത്തകരിലും എത്തിച്ചുകൊണ്ട് ആ പ്രവർത്തകരിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഓരോ വ്യക്തിയെയും സ്പർശിക്കുന്ന, ഓരോ വ്യക്തിക്കും ആശ്വാസമേകുന്ന, ഓരോ വ്യക്തിക്കും സമാശ്വാസമായിട്ട് മാറുന്ന നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാവും. कुछ योजनाओं के नाम मैं आपके सामने जरूर रखना चाहूँगा. सारी योजनाओं का रखना तो संभव नहीं है. जन धन योजना, आवास योजना, सुकन्या समृद्धि योजना, मुद्रा बैंक योजना, जीवन ज्योति बीमा योजना, सुरक्षा योजना, अटल पेंशन योजना, आदर्श ग्राम योजना, फसल बीमा योजना, प्रधानमंत्री ग्राम सिंचाई योजना, गरीब कल्याण योजनाएं, प्रधानमंत्री औषधि योजना, मेक इन इंडिया, स्वच्छ भारत अभियान, बाल स्वच्छता मिशन, सॉइल हेल्थ कार्ड, ई मंडी, परंपरागत कृषि विकास योजना, डिजिटल इंडिया योजना, स्टैंड अप इंडिया, स्टार्टअप इंडिया, स्किल इंडिया, बेटी बचाओ बेटी पढ़ाओ ग्लोबल इनिशिएटिव, प्रधानमंत्री विद्यालक्ष्मी ग्राम योजना, वन रैंक वन पेंशन, स्मार्ट सिटी मिशन, गोल्ड मोनेटाइजेशन स्कीम, स्टार्टअप इंडिया, स्टैंड अप इंडिया, स्किल इंडिया. मित्रों, लगभग मेरे हाथ में 180 योजनाओं की सूची है. 180 स्कीम और एक भी योजना ऐसी नहीं है जिसमें रिपीटेशन है या नकल है. आप विचार करिए कितने इनोवेटिव तरीके से सरकार चल रही है. अगर सरकार 600 दिन के अंदर, 700 दिन के अंदर 180 से ज्यादा इनिशिएटिव ले सकती है तो मैं मानता हूं मित्रों, अगर कार्यकर्ता ठान ले, इस सरकार को 25 साल तक कोई नहीं हिला सकता. 25 साल तक भारतीय जनता पार्टी की सरकार रह सकती है. ചില പദ്ധതികളുടെ പേരുകൾ അദ്ദേഹം വായിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. കാരണം 24 മാസത്തിൽ അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 48 പദ്ധതികൾ ഉണ്ടാവും. 48 അദ്ദേഹം വായിച്ചു, 48-ലധികം വായിച്ചു. അദ്ദേഹം പറഞ്ഞത് 180 പദ്ധതികൾ കഴിഞ്ഞ 700 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ അതിന് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് സാധിച്ചിട്ടുണ്ട്. 700 ദിവസം കൊണ്ട് 180 പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സർക്കാർ ആണ് ഭരണം നടത്തുന്നതെങ്കിൽ, നമ്മുടെ പ്രവർത്തകരുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ 25 വർഷക്കാലം ഈ സർക്കാരിനെ ഒന്ന് അനക്കാൻ പോലും ആര് വിചാരിച്ചാലും സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനമാണ് ഇന്ന് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. इसका कारण है, अब एक लाइन का जरा ट्रांसलेशन करिएगा. ये सभी योजनाओं के कारण स्थिति भी बदली है. ऐसा नहीं है कि स्थिति नहीं बदली है. देश के अर्थतंत्र आज विश्व का सबसे तेज अर्थतंत्र बना है. देश के सभी अर्थतंत्र के पैरामीटर्स बहुत अच्छी स्थिति में आकर रह गए हैं. सभी घाटे, चाहे वो फिस्कल डेफिसिट हो, बजट की डेफिसिट हो, ये सारे घाटे, रेवेन्यू डेफिसिट, सारे घाटे कंट्रोल में है. महंगाई भी बाय एंड लार्ज कंट्रोल में है और कई कीर्तिमान भारतीय जनता पार्टी की सरकार ने स्थापित किए हैं. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക സംവിധാനം, സമ്പദ് വ്യവസ്ഥ, ആ സമ്പദ്ഘടനയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിലക്കയറ്റത്തെ, ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ, ആ സാമ്പത്തിക വിദഗ്ധന്മാര്
ഈ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. मित्रों, इसी के कारण 2015 में आजादी के बाद भारत में सबसे ज्यादा यूरिया का उत्पादन हुआ. 2015 ഇതിന്റെ ഫലമായിട്ട് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് യൂറിയയുടെ ഉൽപാദനം ഏറ്റവും കൂടുതൽ ഉൽപാദനം നടന്നിട്ടുള്ള വർഷമാണ്. 2015 में आजादी के बाद सबसे ज्यादा इथेनॉल पेट्रोल के अंदर डालने का काम 2015 में हुआ. പെട്രോളിൽ എഥനോൾ കലർത്താനുള്ള അതിൽ ചേർക്കാനുള്ള ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിട്ടുള്ള പ്രവർത്തനം അത് 2015 നടന്നിട്ടുള്ളത്. 2015 में आजादी के बाद सबसे ज्यादा गरीबों को 1,30,00,000 गरीब परिवारों को गैस कनेक्शन देने का काम 2015 में हुआ. ഈ 2015 ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് 1,30,00,000 ആളുകൾക്ക് ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയുള്ള 1,30,00,000 ആളുകൾക്ക് പാചകവാതക കണക്ഷൻ നൽകാനുള്ള ഒരു നേട്ടം, അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു. आजादी के बाद 2015 में सबसे ज्यादा कोयले का उत्पादन भारत में हुआ. ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപാദനം നടന്നിട്ടുള്ളത് ഈ 2015 आजादी के बाद सबसे ज्यादा बिजली का उत्पादन और कंजम्पशन 2015 में भारत में हुआ. വൈദ്യുതിയുടെ ഉൽപാദനവും ഉപഭോഗവും ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ 2015. आजादी के बाद पोर्ट्स पर माल की आवाजाही, आयात और निर्यात इन केजी सबसे ज्यादा कभी हुआ तो 2015 में हुआ. पोर्ट्स पर ഈ നമ്മുടെ തുറമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതിയും കയറ്റുമതിയും ഈ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഇറക്കുമതിയും കയറ്റുമതിയും നടന്നിട്ടുള്ളത് ഈ 2015. आजादी के बाद सबसे ज्यादा रेल लाइन बिछाई गई तो 2015 में बिछाई गई. റെയിൽവേ ലൈനുകൾ ഇടുന്ന കാര്യത്തിൽ റെയിൽവേ ലൈനിന്റെ വികസനം അത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ അത് 2015. आजादी के बाद सबसे ज्यादा नेशनल हाईवे किसी एक साल में बने तो 2015 में बने. ദേശീയപാതയുടെ വികസനം, ആ ദേശീയപാത വികസനം ഏറ്റവും കൂടുതൽ നടന്ന വർഷം, ആ വർഷം ഏതാണെന്ന് നോക്കിയാൽ അതും 2015. आजादी के बाद सबसे ज्यादा मोटर गाड़ी कार्स का उत्पादन हुआ तो 2015 में हुआ. നമ്മുടെ നാട്ടിൽ മോട്ടോർ വാഹനങ്ങളുടെ കാറുകളുടെ ഉൽപാദനം ഏറ്റവും കൂടുതൽ നടന്ന വർഷവും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടം നോക്കിയാൽ ഈ 2015. आजादी के बाद सबसे बड़ा सॉफ्टवेयर एक्सपोर्ट्स का अगर कोई आंकड़ा अचीव हुआ तो 2015 में हुआ. നമ്മുടെ വിവര സാങ്കേതിക മേഖലയില് സോഫ്റ്റ്വെയർ കയറ്റുമതി, ആ സോഫ്റ്റ്വെയർ കയറ്റുമതിയുടെ ഏറ്റവും ഉയർന്ന തോത്, ആ തോത് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളതും ഈ 2015. आजादी के बाद सबसे ज्यादा विदेशी मुद्रा का भंडार कभी भी रहा तो 2015 में भारतीय जनता पार्टी के सरकार के वक्त में रहा. വിദേശ നാണ്യ ശേഖരം അത് ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ഥിതിയും ഈ 2015 ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന്റെ ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. और आजादी के बाद हिंदुस्तान दुनिया की सबसे तेज रफ्तार वाली अर्थव्यवस्था इकोनॉमी बनी तो 2015-16 के साल में बनी. രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ ഏറ്റവും വേഗതയിലുള്ള വളർച്ചാ നിരക്ക് കാണിക്കുന്ന സമ്പദ്ഘടനയായിട്ട് ഭാരതത്തിന് മാറാൻ സാധിച്ചിട്ടുള്ളതും ഈ 2015. मित्रों, ये सारे अचीवमेंट्स जो हमारे हैं वो कई सारी जगह पे उपलब्ध हैं. एक नरेंद्र मोदी ऐप बनाया गया है. नरेंद्र मोदी ऐप में भी अचीवमेंट्स हैं. मेरे भाषण के बाद उसका नंबर आपको यहाँ डायल किया जाएगा और कोई पुस्तक पढ़ने की जरूरत नहीं. अगर नरेंद्र मोदी ऐप अगर आप डाउनलोड कर लेते हो तो ये सारी इंफॉर्मेशन ऑटोमेटिकली आपके फोन पर डाउनलोड हो सकती है. तो मेरा आग्रह है कि भारतीय जनता पार्टी का कार्यकर्ता काम का तो विस्तार करे, सिद्धांतों की स्वीकृति को आगे तक ले जाए. जो सरकार में बैठे हैं वो अच्छी सरकार भी चलाए, मगर जो संगठन में बैठे हैं वो भी
सरकार के अच्छे कामों को लोगों तक ले जाने का काम करे, तभी जाकर हम लोगों के साथ कनेक्ट कर पाएंगे। ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ മിസ് കോൾ ചെയ്തുകൊണ്ട് വരുന്ന ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മിസ് കോൾ ചെയ്യേണ്ട നമ്പർ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയും. അപ്പൊ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ദിവസവും നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ അതത് സമയത്ത് നമ്മൾ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിൽ നമുക്ക് അതത് സമയത്ത് ലഭിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്പ് നമ്മുടെ മൊബൈലുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ അതത് സമയത്ത് നമുക്ക് ലഭിക്കും. നമ്മുടെ സംഘടനാ പ്രവർത്തനം വ്യാപകമാകേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ആശയപ്രചരണം എല്ലാവരിലും എത്തിക്കേണ്ടതുണ്ട്. സർക്കാരിലും ഭരണതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ ഭരണത്തിലൂടെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ അതോടൊപ്പം നമ്മുടെ സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ഓരോരുത്തരും സർക്കാരിന്റെ നേട്ടങ്ങൾ കൂടി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി നടത്തുക എന്നുള്ളതിലൂടെയാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. मित्रों, केरल के लिए भी सरकार ने बहुत किया है। 13वां वित्तीय आयोग 13th फाइनेंस कमीशन एक ऐसा कालखंड था जब केंद्र और केरल दोनों जगह कांग्रेस की सरकारें थी। और मैं आपको बताना चाहता हूं, सारे आंकड़े तो बता नहीं सकता, मगर कुछ आंकड़े जरूर बताना चाहता हूं जिसको आप लोगों तक ले जाइए। 13th फाइनेंस कमीशन में सेंट्रल टैक्स से केरल को 33,368 करोड़ रुपया मिला था। जरा बोलिए कितना? 33,368 करोड़। बोलिए कितना भाई, जरा बोलिए। 14th फाइनेंस कमीशन जो प्योरली एनडीए के समय में आने वाला है, उसमें हम केरल को देना शुरू किया है और अभी 3 साल देंगे 98,912 करोड़ रुपीस, मतलब शुद्ध 66,000 करोड़ रुपीस ज्यादा केरल को देने का निर्णय भारतीय जनता पार्टी की नरेंद्र मोदी सरकार ने किया है। अब मैं मानता हूं मित्रों, ये बहुत बड़ी उपलब्धि है। केरल में विपक्ष का शासन होते हुए भी भारतीय जनता पार्टी ने केरल के हिस्से में कटौती नहीं की है, बल्कि कटौती नहीं की है 3 गुना, 33,000 की जगह 98,000 समथिंग, मतलब 3 गुना बढ़ोतरी की है। 200% इंक्रीज भारतीय जनता पार्टी ने किया है। मैं गुजरात से आता हूं, 13 साल तक गुजरात में मंत्री रहा हूं और उसमें से 8 साल तक यूपीए की सरकार थी। पाई के लिए मोहताज कर देते थे, पाई के लिए। एक भी ग्रांट ऐसी नहीं थी जो कोर्ट में गए बगैर हमारी रिलीज होती थी। उसकी जगह नरेंद्र मोदी सरकार ने, भारतीय जनता पार्टी की सरकार ने संघीय ढांचे को, फेडरल स्ट्रक्चर को मजबूत करने के लिए और केरल के लोगों के विकास के लिए, चाहे किसकी भी सरकार हो, 33,000 करोड़ से लेकर इसकी बढ़ोतरी 98,000 करोड़ तक की है। കേരളത്തിന് ഈ സർക്കാരിന്റെ കീഴിൽ വലിയ നേട്ടങ്ങളാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. 13ാം ധനകാര്യ കമ്മീഷൻ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. ആ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്ന കാലം. ആ കാലത്ത് കേന്ദ്ര നികുതികളുടെ വിഹിതം എന്നുള്ള നിലയിൽ കേരളത്തിന് കിട്ടിയിരുന്നത് 33,368 കോടി രൂപയാണ്. 14ാം ധനകാര്യ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് കേരളത്തിന്റെ വിഹിതം 98,912 കോടി രൂപയാണ്. ഇനി 3 വർഷം ആ കാലയളവ് ബാക്കിയുണ്ട്. പക്ഷേ ഈ തീരുമാനമെടുത്തിട്ടുള്ളത് പൂർണ്ണമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്താണ്. ഏറ്റവും വലിയ നേട്ടമാണ്
കേരളത്തിന് ഇതിന്റെ ഫലമായിട്ട് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വിഹിതം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം ആയിട്ട് പോലും കേരളത്തിന്റെ വിഹിതത്തിൽ ഒരു വെട്ടിക്കുറക്കലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല 66,000 കോടി രൂപയുടെ വർധനവ് ഏതാണ്ട് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരണം നടത്തിയിട്ടുള്ള ആ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം. 13 വർഷം ഗുജറാത്തിൽ മന്ത്രിയായിരുന്ന ഒരാളാണ്. ആ 13 വർഷക്കാലത്തിനിടയിൽ 8 വർഷക്കാലം UPA സർക്കാരായിരുന്നു. ആ സർക്കാരിന്റെ കാലത്ത് ഓരോ നയാ പൈസക്ക് വേണ്ടിയും കോടതിയിൽ പോകേണ്ടി വന്ന ആ സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. കോടതിയുടെ തീരുമാനമനുസരിച്ചിട്ടാണ് അന്ന് ഗുജറാത്ത് സർക്കാരിന്റെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം പോലും ലഭിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്താനും ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസ്സത്ത നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ കേരളത്തിനുണ്ടായിട്ടുള്ള ഈ നേട്ടം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ്. इसके अलावे ग्रांट इन एड अलग अलग योजनाओं के माध्यम से जो सहायता मिलती है 2010 से 2015 तक सहायता का आंकड़ा जो एक्चुअल में डिस्पर्स हो गए उसमें हमारा भी 1 साल आ जाता है. वो था 5,476 करोड़ 5,476 करोड़ और 2015 से 20 का आंकड़ा जो भारतीय जनता पार्टी की मोदी सरकार ने तय किया है वो है 17,968 करोड़. मतलब 5,000 करोड़ से 17,000 करोड़ यहां पर भी 300% इंक्रीज. आप ये बात केरल की जनता को भारतीय जनता पार्टी के कार्यकर्ता ने गौरव के साथ जहां पर भी बात करें जरूर बतानी चाहिए कि हमने तो इस सरकार को 10,000 करोड़ रुपया ग्रांटी नेट ज्यादा दी है. इस सरकार का दायित्व है अब केरल को नंबर 1 राज्य बनाए, विकास करें. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിലും വലിയ നേട്ടമാണ് കേരളത്തിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആ പദ്ധതികളുടെ ഭാഗമായിട്ട് 2010-15 കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു വർഷം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ 5,476 കോടി രൂപയാണ് കേരളത്തിന് വേണ്ടിയിട്ട് നൽകിയത്. 2015 തൊട്ട് 20 വരെയുള്ള ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നീക്കിവെച്ചിട്ടുള്ളത് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം അനുസരിച്ച് 17,968 കോടി രൂപയാണ്. 5,476 നിന്നും 17,967 ഏതാണ്ട് 10,000-ലധികം കോടി രൂപയുടെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ആ സഹായം നൽകാൻ നരേന്ദ്രമോദിജിയുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ജനങ്ങളോട് ഇക്കാര്യം എടുത്തു പറയേണ്ടത് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 10,000 കോടി രൂപ അധികം അനുവദിച്ചിരിക്കുകയാണ്. ആ അധികം അനുവദിച്ച തുക 10,000 കോടി രൂപയുടെ തുക ആ തുക ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെതാണ്. ആ സർക്കാരിനെ കൊണ്ട് ആ തുക ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനം നടപ്പിലാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. लोकल बॉडी ग्रांट के अंदर भी जो ग्राम पंचायत नगर पालिका 2 में ही आते हैं, मैं म्यूनिसिपल कॉरपोरेशन की बात नहीं करता, इसके अंदर 2732 करोड़ रुपया 2732 करोड़ रुपया कांग्रेस सरकार ने दिया था. भारतीय जनता पार्टी की सरकार लोकल बॉडी ग्रांट्स के अंदर 5 साल में हमारे कार्यकाल में पहले यूपीए ने 2,732 करोड़ दिया था और हम 7,683 करोड़ देने वाले हैं. यहाँ पर भी 300% का इंक्रीज भारतीय जनता पार्टी की सरकार ने किया है. നമ്മുടെ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റ് ആ ഗ്രാന്റിന്റെ ഇനത്തിൽ
UPA സർക്കാരിന്റെ കാലത്ത് ആ 5 വർഷക്കാലത്തേക്ക് വേണ്ടി അന്ന് നൽകിയിരുന്നത് 2732 കോടി രൂപയാണ്. ഈ സർക്കാർ, മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 7683 കോടി രൂപ, ഏതാണ്ട് മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ഗ്രാന്റ് ആണ് ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. मित्रों, मैं ज़्यादा आंकड़ों में आपको उलझाना नहीं चाहता, मगर एक आंकड़ा जो बेरोजगारी उन्मूलन के लिए है, बेरोजगारों को काम देने के लिए है, वो जरूर देना चाहता हूँ। नरेंद्र मोदी सरकार ने 2 साल के अंदर, 2 साल के अलग आंकड़े हैं, 2 साल के अंदर 83,411 लोगों को मुद्रा बैंक का लोन देने का काम किया है। 83 लाख सिर्फ केरल में। मैं मानता हूं मित्रों, ये बहुत बड़ी उपलब्धि है। छोटे छोटे लोन हो सकता है एक परिवार में 2 मिले, 3 मिले, 4 मिले, मगर बहुत पैसा भारतीय जनता पार्टी की सरकार ने डाला है। और ये सारी चीज़ों को भारतीय जनता पार्टी की कार्यकारिणी ने नरेंद्र मोदी ऐप डाउनलोड कर इसकी जानकारी लेकर लोगों तक पहुंचाना चाहिए। मित्रों, अगर सरकार काम करती रहेगी और हम इसको लोगों तक नहीं पहुंचाएंगे तो मैं मानता हूं कि लोगों पर इसका असर नहीं होगा। हमारा दायित्व है कि जिस तरह से हमारे सिद्धांत की बात करते हैं, जिस तरह से हमारे संगठन की बात करते हैं, उसी तरह से ये सरकार का जो काम है उसका उपयोग भारतीय जनता पार्टी को मजबूत करने के लिए, केरल की जनता को भारतीय जनता पार्टी के साथ जोड़ने के लिए की, केरल की जनता को ये बताने के लिए कि नरेंद्र मोदी जी, भारतीय जनता पार्टी केरल के लिए क्या कर रही है, वो बताने के लिए करें। मेरा आप सबसे विनम्र अनुरोध है मित्रों कि सारी चीज़ों को लोगों तक लेकर जाने का एक प्रयास किए। मैं मानता हूँ यहाँ पर चुने हुए प्रतिनिधि कम हैं, MLA एक ही है, MP 2 ही है, मगर कार्यकर्ता तो लाखों है। कार्यकर्ता गांव में जाए, कस्बों में जाए, बूथ में जाए, छोटी छोटी 25-50 100 लोगों की मीटिंग कर एक एनवायरनमेंट, एक वातावरण बनाना पड़ेगा, वरना केरल के अंदर काम खड़ा करने में हमें सफलता नहीं मिलेगी। और मैं बड़े मन से कहना चाहता हूं मित्रों, मौके बार बार नहीं मिलते हैं। पार्टी का जब इतिहास लिखा जाता है तब आप जरूर देखिएगा, कहीं ना कहीं स्टेट यूनिट जब बनकर निकला तो 8, 10, 15 लोगों की एक टोरी ने परिश्रम की पराकाष्ठा कर दी। इससे के ज्यादा परिश्रम नहीं हो सकता, तभी जाकर एक स्टेट यूनिट बड़ा बनता है, पार्टी वहां सत्ता में आती है। पार्टी वैसे ही सत्ता में नहीं आती है, पार्टी के काम का स्थायित्व तो वैसे ही नहीं होता है। कई प्रकार के लोगों ने अपना काम बोले चाले बगैर, प्रसिद्धि की इच्छा के बगैर करना पड़ेगा, तभी जाकर हम ये काम कर पाएंगे। केरल के अंदर जिस तरह से वामपंथियों की सरकार बनने के बाद अपने कार्यकर्ताओं पर अत्याचार हुआ है, मैं आपको एक बात बड़े मन से कहने आया हूं कि आप पर, केरल के कार्यकर्ताओं पर जो अत्याचार हो रहा है, उसकी आपसे अधिक वेदना दिल्ली में आपके अध्यक्ष और पार्टी की पूरी टीम को है। ये बात मन से मानकर चलना है। इसकी कार्य योजना भी सोची है। इसके हिंसा का जवाब हिंसा नहीं हो सकता, मगर हम संविधान में मानते हैं जिन्होंने हिंसा करी है एक भी व्यक्ति को छोड़ा नहीं जाएगा, उनको कानून के रास्ते इसकी पर्याप्त सजा दिलाने के लिए भारतीय जनता पार्टी आज संकल्प ले। और मैं मानता हूं ये लड़ाई हमने लड़नी पड़ेगी। अगर कोई मानता है कि भारतीय जनता पार्टी के कार्यकर्ताओं पर हमले कर उनके घरों पर हमले कर भारतीय जनता पार्टी के कार्यालय जलाकर भारतीय जनता पार्टी को रोक देगा, तो वो रास्ता भटक गया है, उसको मालूम नहीं है ये भारतीय जनता पार्टी है। एक उंगली सामने करोगे 4 उंगली आपके सामने आएगी, रास्ता भटक गया है वो। मित्रों, भारतीय जनता पार्टी को इस तरह से दबाया नहीं जा सकता। मेरा आप सबसे निवेदन है, हौसला बनाकर रखिए। एक कार्य योजना दिल्ली में मैं खुद यहाँ की टीम के साथ बैठकर बनाने वाला हूँ।
और अपमोस्ट प्रायोरिटी में, टॉप मोस्ट प्रायोरिटी में होगी और उस पर हम काम भी करेंगे। मगर जिन लोगों का भी नुकसान हुआ है, इसके साथ कार्यकर्ता खड़ा रहे, इसको ढाढ़स बंधाए। हर स्तर का कार्यकर्ता वहाँ जाकर वो परिवार के साथ, वो कार्यकर्ता के साथ, उनके परिजनों के साथ खड़ा रहकर ढाढ़स बंधाए, वो हमारा दायित्व है। मित्रों, आने वाले दिनों में मोदी जी के नेतृत्व में पूरे देश के अंदर भारतीय जनता पार्टी को एक मजबूत यूनिट बनाने का हमने संकल्प लेना है। और इसके लिए आज अच्छा ही हो गया कि केरल की कार्यकारिणी में मुझे बुला लिया गया। मित्रों, आप मानेगा, अभी मेरे 2-2.5 साल, कितने 2.5 साल बाकी है ना रामलाल जी? तो ये 2 साल तो मैं आपका पीछा नहीं छोड़ने वाला। आपके पीछे पड़कर यहाँ एक मजबूत भारतीय जनता पार्टी बनानी ही है, वो तय मानकर आप चलिएगा। मित्रों, का संख्या बताया 83 लाख या राशि? नहीं, सॉरी 8,30,411 लोगों को मिला है। 8,30,411 लोगों को, सॉरी करेक्ट कर लीजिए आंकड़ा, 8,30,411 लोगों को लोन मिला है और 4857 करोड़, मतलब 5,000 करोड़ का लोन मिला है। ये है 15-16 और अगले साल का प्रोजेक्शन है 14 लाख लोगों को लोन देने का। അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ കണക്കുകളുടെ മായാജാലത്തിൽ നിങ്ങളെ കുടുക്കിയിടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ കണക്കുകളുടെ ഇത് അവസാനിപ്പിക്കുകയാണ്. തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് 8,30,411 പേർക്ക് 411 വായ്പകൾ ആ മുദ്രാ വായ്പയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5,000 കോടി രൂപ കേരളത്തിൽ കഴിഞ്ഞ ഈ പദ്ധതി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെയായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നൽകിയിട്ടുണ്ട്. അടുത്ത ഒരു വർഷക്കാലം കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത് 14 ലക്ഷം വായ്പകൾ കേരളത്തിൽ നൽകണം എന്നുള്ളതാണ്. അപ്പൊ തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വളരെ സംഘടിതമായിട്ടുള്ള, ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രയത്നം, അങ്ങനെ ഒരു പ്രയത്നം കേരളത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമ്മളെല്ലാവരും നമ്മുടെ പാർട്ടിയുടെ ആശയം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. നമ്മുടെ സംഘടനാ സംവിധാനം, ആ സംഘടനാ സംവിധാനത്തെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ വ്യാപകമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. പക്ഷെ അതോടൊപ്പം സർക്കാരിന്റെ നേട്ടങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കൂടി കേരളത്തിലെ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ, ഒരുമിച്ച് നിർത്താൻ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളത് സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, ഈ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള പദ്ധതികളും എല്ലാം തന്നെ, അതെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിർത്താനായിട്ട് പ്രയോജനപ്പെടുത്താൻ, അതിനു വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്ന് സൂചിപ്പിക്കാനാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ എണ്ണം കുറവാണ്. നമുക്കൊരു MLA ഉള്ളൂ, 2 നോമിനേറ്റഡ് അംഗങ്ങളാണ് MP-മാരായിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്. ആ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഓരോ പ്രദേശത്തും ചെന്ന് അവിടെ ചെറിയ ചെറിയ സംഘങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, 10-15 ആളുകളെ ഒരുമിച്ച് കൂട്ടി, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ ജനങ്ങൾക്ക് മുന്നിൽ ഈ വിവരങ്ങൾ മുഴുവൻ നൽകാൻ, കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ മുഴുവൻ എത്തിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം, ആ പ്രവർത്തനമാണ് വരും ദിവസങ്ങളിൽ നമുക്ക് നടത്തേണ്ടത്. അത് തീർച്ചയായിട്ടും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന മുന്നേറ്റത്തെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. അവസരങ്ങൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ, ഓരോ അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൃഷ്ടിക്കപ്പെടാറില്ല. അവസരങ്ങൾ അപൂർവമായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്
ഒരു സംഘടനാ പ്രവർത്തകൻ ആ സംഘടനാ പ്രവർത്തനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഏത് സംസ്ഥാനത്തും മാറ്റമുണ്ടായിട്ടുള്ളത്, പുരോഗതി ഉണ്ടായിട്ടുള്ളത്, നേട്ടം കൈവരിച്ചിട്ടുള്ളത്, പാർട്ടിയെ അധികാരത്തിൽ എത്തിച്ചിട്ടുള്ളത് വരെ ഒരു പിടി പ്രവർത്തകർ സ്വന്തം പ്രസിദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, അതിലെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിയുടെ മുന്നേറ്റത്തിന് വേണ്ടി, പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, പാർട്ടിക്ക് ജനങ്ങളിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ട് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അക്ഷീണ പ്രയത്നം നടത്തിയ സംസ്ഥാനങ്ങളിലാണ് ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെയുള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം കേരളത്തിൽ നടത്താനുള്ള സുവർണ അവസരമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലഭിച്ചിട്ടുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ പ്രവർത്തകർ തയ്യാറാവേണ്ടത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തിന്റെ ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പാർട്ടി പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക, അവരുടെ നേരെ അവരുടെ സ്വത്തുക്കളിൽ അക്രമം നടത്തുക, പാർട്ടി ഓഫീസുകൾ തീയിടുക, ഇങ്ങനെയുള്ള നിരവധി അക്രമങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ രാജ്യം മുഴുവനുള്ള പ്രവർത്തകർക്കും അറിയുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന, ആ വേദനയേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാൻ, ഈ കാര്യം പ്രത്യേകം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ആ അക്രമത്തിന് പകരം അക്രമമല്ല നമ്മുടെ മാർഗം. പക്ഷേ അക്രമത്തിന് പകരം അക്രമമല്ല എന്ന് പറയുന്നതോടൊപ്പം ഈ അക്രമികളെ അവർ അർഹിക്കുന്ന ഉചിതമായിട്ടുള്ള ശിക്ഷ നൽകാതെ അവർ വെറുതെ വിടില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള പ്രവർത്തകരോടൊപ്പം ഇരുന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ കേന്ദ്രീയ പാർട്ടി, സെൻട്രൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഏറ്റവും മുൻഗണന നൽകുന്ന ഒരു കാര്യമായിട്ട് ഈ അക്രമങ്ങളിൽ നിന്ന് കേരളത്തിലെ പ്രവർത്തകരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അക്രമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനം ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമായിട്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ അക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകൾ, അവർക്ക് ആശ്വാസം നൽകാൻ, അവർക്ക് ആശ്രയമായിട്ട് മാറാൻ, അത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർ മുഴുവൻ, അങ്ങനെയുള്ള പ്രവർത്തകർ മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഈ ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് ആശ്വാസമായിട്ട് മാറാൻ അതിന് നമ്മുടെ പ്രവർത്തകർ ഉണ്ടാകണം, നമ്മുടെ നേതാക്കന്മാരുണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ 2 വർഷക്കാലം കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള, കേരളത്തിന് വേണ്ടി കൈവരിച്ചിട്ടുള്ള, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികൾ, ആ വിവിധ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി എന്നുള്ള നിലയിലാണ് നേരത്തെ സൂചിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. ആ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു ഉപകരണമാണ്, ഒരു കാര്യമാണ് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഈ അവസരത്തിലാണ്. मैं अब मेरी बात समाप्त करता हूं मित्रों। सिर्फ नरेंद्र मोदी ऐप के लिए आप सभी जरा अपना मोबाइल निकालिए, हाथ में मोबाइल ले लीजिए। एक नंबर मैं बोलता हूं, आप डायल करिए। सिर्फ मोबाइल डायल करना है, SMS आएगा और बाद में आप ऐप से जुड़ जाएंगे। നമുക്കൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് പിന്നെ ആ മെസ്സേജിലുള്ള നിർദ്ദേശം അനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആവും. तो मैं नंबर बोलता हूं 1800200920। फिर से एक बार बोलता हूं 1800200920। अब डायल कर दीजिए आप। 1800 20 90 920 ഈ നമ്പറിൽ ഡയൽ ചെയ്യും.
बस वो मिस कॉल ही जाएगा, कोई आवाज नहीं आएगा, अब एसएमएस आएगा और लोड अपलोड हो जाएगा. അപ്പൊ എസ് വരുന്നതിന് അനുസരിച്ച് ആ വരുന്ന എസ്എംഎസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. तो फिर से एक बार केरल के सभी कार्यकर्ताओं के लिए एक बहुत अच्छे चुनाव लड़ने के लिए और अच्छे नतीजे प्राप्त करने के लिए बहुत बहुत बधाई. धन्यवाद. भारत माता की जय.